ഡിസംബർ മാസം വേറെ ലെവലിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വെറുതെ പറഞ്ഞല്ല, നമ്മുടെ കേരളത്തിൽ പ്രധാനപ്പെട്ട 2-3 ഷോപ്പിംഗ് മാളുകൾ, അതും മെയിൻ റീറ്റെയിൽ ഗ്രൂപ്പുകളുടെ ഷോപ്പിംഗ് മാളുകൾ ഈ മാസം തുറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയി കഴിഞ്ഞു. ഇനി ഏതാനും മണിക്കൂറുകൾ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഷോപ്പിംഗ് മാളുകളൊക്കെ നമ്മുടെ കേരളത്തിൽ പുതുതായിട്ട് ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. അത് മാത്രമല്ല, പ്രധാനപ്പെട്ട കുറച്ച് തിയേറ്ററുകളും ഓപ്പൺ ചെയ്ത കാര്യം ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. നമ്മുടെ കേരളത്തിൽ തന്നെ 2ാമത്തെ ഐമാക്സ് തിയേറ്റർ ഇപ്പോൾ കൊച്ചിയിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ അവിടെ പോയിട്ട് സിനിമ ഉണ്ടായിരുന്നു, അവരുടെ ഫീഡ്ബാക്ക് നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഡീസൻറ്റ് ഫീഡ്ബാക്ക് ആണ്. നമുക്കറിയാവുന്നൊരു കാര്യമാണ്, നമ്മുടെ കൊച്ചി സെൻട്രൽ സ്ക്വയർ മാളിലെ MG റോഡിലെ സെൻട്രൽ സ്ക്വയർ മാളിലാണ് ഇപ്പോൾ ഈ ഒരു പുതിയ ഐമാക്സ് തിയേറ്റർ വന്നിരിക്കുന്നത്. ഇത് പുതുതായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു ഓഡിറ്റോറിയം അല്ല, അവിടെ ഉണ്ടായിരുന്ന ഒരു എക്സിസ്റ്റിംഗ് ഓഡിറ്റോറിയം മോഡിഫൈ ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഐമാക്സ് ആക്കി മാറ്റിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ പരിമിതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഒരു ഗംഭീര ഐമാക്സ് തിയേറ്റർ എന്തായാലും സിനിപോളിസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ മാജിക് ഫ്രെയിംസ് കയാം തിയേറ്റർ. തിരൂരിൻ്റെ ഒരു അവസ്ഥ അറിയാമല്ലോ, കുറേ കാലമായിട്ട് പാവങ്ങൾ തിയേറ്റർ ഒന്നും ഇല്ലാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും അതിന് ഒരു ഉത്തരം നൽകിക്കൊണ്ട് നമ്മുടെ മാജിക് ഫ്രെയിംസ് കയാം തിയേറ്റർ ഏറ്റെടുത്തുകൊണ്ട് 4K ഡോൾബി അറ്റ്മോസിലേക്ക് തിയേറ്ററിനെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. തിയേറ്ററിന്റെ പ്രൊജക്ഷനും സൗണ്ടും ഒക്കെ അത്യാവശ്യം നല്ല ഫീഡ്ബാക്ക് തന്നെ ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷേ മാനേജ്മെന്റ് സൈഡിൽ നിന്നും കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കമന്റ്സ് ആയിട്ടും മെസ്സേജ് ആയിട്ടും ഒക്കെ ആൾക്കാർ ഇങ്ങനെ അറിയിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. വേണമെങ്കിൽ കമന്റിന്റെ കുറച്ച് സ്ക്രീൻഷോട്ടിലൊക്കെ ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തുകയും ചെയ്യാം കേട്ടോ. അതായത് നൂൺ ഷോസ് ഒന്നും പ്രോപ്പറായിട്ട് നടക്കുന്നില്ല, അതുപോലെ ഓൺലൈൻ ബുക്ക് ചെയ്തു വരുന്ന ആൾക്കാരോട് മാനേജ്മെന്റ് മോശമായിട്ട് പെരുമാറുന്നു, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കമന്റ്സുകളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ മാജിക് ഫ്രെയിംസ് ടീം ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഷോപ്പിംഗ് മാളിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ നാളെയാണ് നമ്മുടെ കോട്ടയം ലുലു മാൾ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും എനിക്ക് ഇതിനൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട് കേട്ടോ. ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എൻ്റെ ഭാര്യ സ്മിത, അവളൊരു കോട്ടയംകാരിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 2-3 വർഷം മുന്നേ സ്മിതയോട് ഞാനിങ്ങനെ, നമുക്ക് ന്യൂസിൽ ഇങ്ങനെ വരുമല്ലോ കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ ലുലു മാളുകൾ തുറക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കോട്ടയം കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് സ്മിതയോട് പറഞ്ഞു, എടി ഇതേ നിന്റെ സ്ഥലത്ത് കോട്ടയത്ത് പുതിയ ഷോപ്പിംഗ് മാൾ വരുന്നു, ലുലു മാൾ വരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ഓ അതൊക്കെ ഇനി എന്ന് വരാനാ. പക്ഷേ നിങ്ങൾ നല്ല ചോദിക്കേ, അന്ന് ഞാൻ ആ പറഞ്ഞതാണ് ഇപ്പോൾ ഞാൻ ഓർക്കുന്നത്. ഇപ്പോൾ അത് തുറന്നു കഴിഞ്ഞു. അതാണ് സമയം ഓടുകയൊന്നുമല്ല, പറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരുപാട് സമയമുണ്ട് എന്ന് നമ്മൾ വിചാരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് മാറ്റി വയ്ക്കുക. കാര്യം സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലുലു മാൾ തന്നെ ഒരു ഉദാഹരണമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ കോട്ടയം ലുലു മാൾ ഡിസംബർ 14-ാം തീയതി, അതായത് നാളെ ഓപ്പൺ ചെയ്യുകയാണ്. വൈകിട്ട് 4 മണിയോടുകൂടി പബ്ലിക്കിന് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്കൊക്കെ 4 മണിക്ക് ആക്സസ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് ലുലു മാളിലേക്ക് വന്ന് തകർക്കുക. പിന്നെ കുറച്ച് കമൻസുകളും അഭിപ്രായങ്ങളൊക്കെ ഇവിടെ പറയാനായിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴും കുറച്ച് ആൾക്കാർ ഇതൊരു ഷോപ്പിംഗ് മാളായിട്ട് ഇപ്പോഴും കൺസിഡർ ചെയ്തിട്ടില്ല എന്നുള്ള ഒരു വിഷമകരമായ കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. എന്താ ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ കുറേ ആൾക്കാർ പറയുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് തിയേറ്റർ ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഈ തിയേറ്റർ ഇല്ലാത്തത് കൊണ്ട് ഇതിനെ ഒരു ഷോപ്പിംഗ് മാളായിട്ട് വിളിക്കാനായിട്ട് പറ്റത്തില്ല, അങ്ങനെയൊക്കെ കുറച്ച് കമൻസുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയത്തില്ല. ഷോപ്പിംഗ് മാളിന് അങ്ങനെ ഒരു ഡെഫിനിഷൻ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ? അതായത് ഒരു ഷോപ്പിംഗ് മാളിനകത്ത് ഒരു തിയേറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ അതിനൊരു മാൾ എന്ന് വിളിക്കാൻ പറ്റൂ എന്ന് ആരെങ്കിലും ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ടോ? ഇല്ല എന്നാണ് എൻ്റെ അറിവ്. ഇനി എന്നെ തിരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം കേട്ടോ. അപ്പോൾ ഇതൊരു ഷോപ്പിംഗ് മാൾ തന്നെയാണ്. നിങ്ങൾക്ക് ഇനി കൃത്യമായിട്ട് മാൾ എന്ന് തന്നെ കാണണമെന്നുണ്ടെങ്കിൽ ലുലു മാളിൽ പോയി കഴിഞ്ഞാൽ മുകളിൽ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ലുലു മാൾ. ഇങ്ങനെ റൈറ്റ് സൈഡിൽ ഏറ്റവും മുകളിലായിട്ട് നോക്കിയാൽ കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഇതൊരു ഷോപ്പിംഗ് മാളാണ്. നമ്മുടെ ലുലു ഗ്രൂപ്പിൻ്റെ 6ാമത്തെ ഷോപ്പിംഗ് മാളാണ്. കേരളത്തിലെ 5ാമത്തെ ലുലു മാളാണ്. എന്നാണ് 6ഉം 5ഉം തമ്മിലൊരു വ്യത്യാസം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ തൃപ്രയാർ ഒരു വൈമാളുണ്ട്, അത് നമ്മുടെ ലുലു ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ എല്ലാം മൊത്തം ചേർത്ത് നോക്കുമ്പോൾ മൊത്തം 6 ഷോപ്പിംഗ് മാളുകൾ ലുലു ഗ്രൂപ്പിന് ഇപ്പോൾ കേരളത്തിലുണ്ട്. പിന്നെ ഇവിടെ വരാൻ പോകുന്ന പുതിയ ഷോപ്പുകളുടെ കാര്യമൊക്കെ നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് കൂടാതെ ആ ഷോപ്പുകളൊക്കെ കൂടാതെ നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് നമ്മുടെ ലുലു ഹൈപ്പർ മാർക്കറ്റ് തന്നെയാണ്. അതിവിശാലമായ ഒരു ഹൈപ്പർ മാർക്കറ്റ് തന്നെ ഉണ്ട്. നമ്മുടെ കോട്ടയം ജില്ലയിൽ തന്നെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വലിയ ഒരു ഹൈപ്പർ മാർക്കറ്റാണ് ലുലു ഇപ്പോൾ ഈ ഒരു ഷോപ്പിംഗ് മാളിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അതുമാത്രമല്ല, നമ്മുടെ ലുലു കണക്ട് വരുന്നുണ്ട്, ലുലു ഫാഷൻ സ്റ്റോർ വരുന്നുണ്ട്, പിന്നെ കുട്ടികൾക്കായിട്ട് ഫൺ ടൂർ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത്യാവശ്യം എൻഗേജ്ഡ് ആയിട്ട് നമുക്ക് ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോപ്പിംഗ് മാൾ തന്നെയാണ് നമ്മുടെ നാട്ടകത്ത് വരുന്നത്. പിന്നെ തിയേറ്റർ ഇല്ല എന്നുള്ളതൊരു പോരായ്മ തന്നെയാണ്. കാര്യം കോട്ടയം ജില്ലയിൽ തന്നെ മികച്ച തിയേറ്ററുകൾ ഇല്ല എന്നൊരു പരാതി ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ച് കോട്ടയം ടൗണിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ അപ്പോൾ
അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു ഷോപ്പിംഗ് മാളിനകത്തൊരു തിയേറ്റർ അവർക്ക് കൊണ്ടുവരാമായിരുന്നു. പക്ഷേ ഇതൊരു മിനി മോൾ കൺസെപ്റ്റാണ്, നിങ്ങൾക്കറിയാലോ. നമ്മുടെ കോഴിക്കോടും പാലക്കാടും ഒക്കെ ഉള്ള പോലെ തന്നെ ഉള്ള ഒരു ഷോപ്പിംഗ് മാളാണ് നമ്മുടെ കോട്ടയത്തും വരുന്നത്. പക്ഷേ മിനി മാൾ ആണെങ്കിൽ പോലും 1000 വാഹനങ്ങൾക്ക് ഒരേ സമയം പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഫെസിലിറ്റി ഒക്കെ നമ്മുടെ ഈ ഒരു ഷോപ്പിംഗ് മാളിലുണ്ട് കേട്ടോ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാതിരിക്കാൻ വയ്യ, അതായത് ഒരു എനർജി അങ്ങോട്ട് കിട്ടുന്നില്ല. ഇപ്പോൾ നമ്മൾ ഈ അടുത്താണ് കോഴിക്കോട് ലുലു മാൾ ഓപ്പൺ ചെയ്തത്. പക്ഷേ ആ സമയത്ത് ഭയങ്കര എനർജി ആയിരുന്നു. സോഷ്യൽ മീഡിയ ഒക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് വീഡിയോസ് ഒക്കെ നോക്കുന്ന സമയത്ത് ഒരുപാട് ഷോപ്പിംഗ് മാളുകൾ, അതായത് കോഴിക്കോട് ലുലു മാളിന്റെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ ചറപറ എന്ന് പറഞ്ഞിട്ട് വരുന്നു. മൊത്തത്തിൽ ഒരു വൈബ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ കോട്ടയം ലുലു മാളിന്റെ സാഹചര്യത്തിലേക്ക് വരുന്ന സമയത്ത് അത്രയ്ക്ക് അങ്ങോട്ട് എനർജി അങ്ങോട്ട് കാണാനില്ല. എൻ്റെ കോട്ടയംകാരെ, നിങ്ങൾ കാര്യമായിട്ട് അങ്ങോട്ട് പർച്ചേസിംഗ് പവർ കാണിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് വലിയൊരു ഷോപ്പിംഗ് മാള് ലുലു എന്തെങ്കിലും പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വരുത്തുള്ളൂ കേട്ടോ. കാര്യം ആ ഒരു പർച്ചേസിംഗ് പവറിനെയും അവിടുത്തെ ഒരു തിരക്കിനെ ആശ്രയിച്ചിട്ടൊക്കെ ആയിരിക്കും ഒരു വലിയ ഷോപ്പിംഗ് മാളും. പിന്നെ നിങ്ങളൊക്കെ പറയുന്ന പോലെ ഒരു വലിയ തിയേറ്ററൊക്കെ അതിനകത്ത് വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ അത്യാവശ്യം തിക്കും തിരക്കൊക്കെ ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ ലുലു ചിലപ്പം ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ അങ്ങോട്ട് പർച്ചേസിംഗ് പവർ കാണിക്കാൻ നിങ്ങളുടെ കോട്ടയം പവർ നിങ്ങൾ കാണിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കോട്ടയത്തെ മോശമാക്കി പറഞ്ഞതൊന്നുമല്ല, നമ്മൾ കോഴിക്കോട് വെച്ച് നോക്കുന്ന സമയത്ത് ഒരു എനർജി കുറവ് ചെറുതായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ കോട്ടയത്തെ ഏറ്റവും പുതിയ ലുലു മാൾ ഒരു വലിയ വിജയമായി തീരട്ടെ. ഡിസംബർ 14 വൈകിട്ട് 4 മണിക്ക് നിങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെയുള്ള എല്ലാ സാധനങ്ങളും അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. പിന്നെ ലുലു ഹൈപ്പർ മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ ഫുഡ് കോർട്ട് വരുന്നുണ്ട്. അപ്പം ലുലു ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങൾ മേടിക്കുക, ഭക്ഷണ സാധനങ്ങൾ മേടിക്കുക, നേരെ ഫുഡ് കോർട്ടിൽ പോയിട്ട് അങ്ങോട്ട് കഴിക്കുക, എൻജോയ് ചെയ്ത് തകർക്കുക. കുട്ടികളായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നേരെ ഫണ്ട് പോയി കയറിയിട്ട് ആർമാദിക്കുക. അതുപോലെ തന്നെ നമ്മൾ കോട്ടയത്ത് നിന്ന് നേരെ കൊല്ലത്തേക്ക് പോവുകയാണെങ്കിൽ ലുലുവിൻ്റെ 2 ഔട്ട്ലെറ്റുകൾ നമ്മുടെ കുട്ടിയം ഡ്രീംസ് മാൾ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലുലു ഡെയിലി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഓപ്പൺ ചെയ്യുന്നതാണ്. അപ്പോൾ ലുലു ഗ്രൂപ്പിൻ്റെ തന്നെ 2 ഔട്ട്ലെറ്റുകൾ 2 സ്ഥലത്തായിട്ട് ഓപ്പൺ ചെയ്യുകയാണ്. ഇനി നമ്മൾ പോകുന്നത് തൃശ്ശൂരിലേക്കാണ്. തൃശ്ശൂർ അപ്ഡേറ്റ്. കുറേ കാലമായിട്ട് നമ്മളിങ്ങനെ കാത്തിരുന്ന നമ്മുടെ തൃശ്ശൂർ കുട്ടനാട് ബൈപ്പാസിനടുത്തുള്ള ഹൈലൈറ്റ് മാൾ തുറക്കാൻ പോവുകയാണ്. അപ്പോൾ എന്നാന്ന് ചോദിക്കുവാണെങ്കിൽ ഡിസംബർ 18 ഡിസംബർ 14 കോട്ടയം ലുലു മാൾ, ഡിസംബർ 18 ഹൈലൈറ്റ് മാളും ഓപ്പൺ ചെയ്യുവാണ് തൃശ്ശൂർ. അപ്പോൾ 4 ദിവസത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഹൈലൈറ്റ് മാളിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഈ കോട്ടയം ലുലു മാൾ ഉണ്ടല്ലോ, അത് 2 എണ്ണം അടുക്കി വെച്ച് കഴിഞ്ഞാൽ എന്ത് വലിപ്പം ഉണ്ടാവും? അതിനേക്കാളും വലിപ്പമുണ്ട് നമ്മുടെ ഈ ഒരു തൃശ്ശൂർ ഹൈലൈറ്റ് മാളിൽ. അത്യാവശ്യം ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞ ഒരു ഷോപ്പിംഗ് മാൾ നമുക്ക് വിളിക്കാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. മറ്റേതൊക്കെ ഒരു മിനി മാൾ കൺസെപ്റ്റ് ആണ്. പിന്നെ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഹൈലൈറ്റ് മാളിനകത്ത് ലുലുവിൻ്റെ ഒരു ഹൈപ്പർ മാർക്കറ്റ് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 ഗ്രൂപ്പുകളും ഇവിടെ സംഗമിക്കുകയാണ് സുഹൃത്തുക്കളെ. അതങ്ങനെ തന്നെ വലിയൊരു വിജയമായിട്ട് തന്നെ പോകട്ടെ. എല്ലാ ഹൈലൈറ്റ് മാളുകളിലും ഒരു ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റ് വരട്ടെ അല്ലേ? യെസ്. അപ്പോൾ ഡിസംബർ 18 ഉദ്ഘാടനമാണ്. അവിടെ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഉള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിയേറ്റർ തന്നെയാണ്. അപ്പോൾ ഈ ഒരു തിയേറ്ററിനെ പറ്റിയിട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് കുറേ അധികം ഫോട്ടോസൊക്കെ കുറേ ആൾക്കാർ എനിക്ക് ഫേസ്ബുക്ക്, ഇൻസ്റ്റാ വഴിയൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നോക്കുന്ന സമയത്ത് എനിക്കറിയില്ല ഇത് ഒറിജിനൽ ഫോട്ടോസ് തന്നെ ആണെന്ന് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് കണ്ടതൊക്കെ നമ്മുടെ കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ ഏത് തിയേറ്ററാണോ, അതായത് അവിടെ പലാക്സ് സിനിമാസ് ആണല്ലോ, അപ്പോൾ അവിടുത്തെ ഒരു ഇൻറ്റീരിയറൊക്കെ ഉണ്ടല്ലോ, ഏതാണ്ട് അതേ സാധനം തന്നെയാണ് ഇവിടെയും നമ്മുടെ തൃശ്ശൂർ ഹൈലൈറ്റ് മാളിലും വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 2 ഫോട്ടോസ് ഏതാണ്ട് സെയിം. ഇപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പം ആരെങ്കിലും പറ്റിക്കാൻ വേണ്ടിയിട്ട് അതേ ഫോട്ടോ തന്നെ എടുത്ത് ഇങ്ങോട്ട് അയച്ചു തന്നാണെന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ അതിനുവേണ്ടി ചെയ്യുന്നത്. കാര്യം ഈ ഒരു തൃശ്ശൂർ ഹൈലൈറ്റ് മാളിലെ തിയേറ്റർ ഒരു എക്സ്ക്ലൂസീവ് ഐറ്റം തന്നെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ ഇതുവരെയായിട്ടും ഡീറ്റെയിൽസ് ഒന്നും പുറത്തുവിടാതെ ഇങ്ങനെ വെച്ചിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോഴും ഉദ്ഘാടനമായിട്ട് പോലും ഈ ഒരു തിയേറ്ററിനെ പറ്റിയുള്ള കാര്യമൊന്നും അവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ടായിരുന്നു ഞാൻ ചെയ്യാതിരുന്നത്. അപ്പോൾ 1-2 ഫോട്ടോസൊക്കെ ഞാനിപ്പോൾ വീഡിയോക്കകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവിടെ പുതിയ എപ്പിക് തിയേറ്റർ വരുമോ എന്നുള്ള കാര്യമൊന്നും ഇപ്പോഴും അവർ പുറത്തു വിട്ടിട്ടില്ല കേട്ടോ. അത് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. യെസ്, എന്തായാലും മൾട്ടിപ്ലക്സ് തിയേറ്റർ ഉണ്ട് എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. 18 അതും ഓപ്പൺ ചെയ്യുകയാണ്. യെസ്. അപ്പോൾ എന്താല്ലേ, ഒരു മാസം തന്നെ 2 ഷോപ്പിംഗ് മാളുകളൊക്കെ കേരളത്തിൽ തുറക്കുന്ന ഒരവസ്ഥയിലേക്കൊക്കെ എത്തി. തിയേറ്ററിനായി ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ കാര്യമില്ലല്ലോ. ഇപ്പോൾ ആഴ്ചയ്ക്ക് മറ്റേ മൊബൈൽ ഫോൺ ഇറങ്ങുന്ന കണക്കാണ് പുതിയ തിയേറ്ററുകൾ ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ കേരളത്തിൽ റീറ്റെയിൽ മേഖല നന്നായിട്ട് തന്നെ മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു 10 മടങ്ങ് ഇരട്ടിയോടുകൂടി ശക്തിയായിട്ട് തന്നെ ഇതിങ്ങനെ തന്നെ പോട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.